നമസ്കാരം വ്യൂവേഴ്സ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചീരനെ കൊണ്ടുള്ള ഒരു ഡിഷ്, ചീര ഉടച്ചത്. ഒരു കെട്ട് ചീരയായത്, മൂത്ത തണ്ട് മാറ്റി വെച്ചിട്ട് ഇളം തണ്ടും കൂടിയിട്ട് എടുത്തിട്ട് ആക്കി വെച്ചത്. ഇതിൽ നോക്കണ്ട, ഇങ്ങനെ നോക്കണ്ട, കുറച്ച് കഴിയുമ്പോൾ ഇത് വീണ്ടും താണ് വരും. വേവുമ്പോൾ ഇതിൽ കൊള്ളൂലെന്ന് വിചാരിക്കണ്ട, ഒന്ന് താണതിൻ്റെ ശേഷം വീണ്ടും ഇടണം. ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ 2 പച്ചമുളക് കീറിയത്, കുറച്ച് കരിവേപ്പില, കുറച്ച് മഞ്ഞപ്പൊടി എല്ലാത്തിലും ഇടണം. ഒരു ടീസ്പൂൺ ഇല്ല കേട്ടോ, 3/4. കുറച്ച് മുളക് പൊടി ഇല്ല, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, എരിവ് വേണമെന്നുള്ളവർക്ക് മാത്രം. 1 ടീസ്പൂൺ ഉപ്പ്. ചീരക്ക് ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, അധികമായി പോകും എപ്പോഴും. അതുകൊണ്ട് ആദ്യം കുറച്ചിടുക, രണ്ടാമത് വേണമെങ്കിൽ ഇടാം. ഇപ്പം തൽക്കാലം ഞാൻ അടുപ്പിലേക്ക് വെക്കുക. വെള്ളം ഒഴിച്ചിട്ടില്ല ഞാൻ. ഇതൊന്ന് താണതിൻ്റെ ശേഷം ബാക്കിയുള്ള ചീരയും കൂടി അതിലിടും. അതിന് വേണ്ടി ഇങ്ങനെ വെക്കും. ചൂടാവുമ്പോൾ താണ് വരും. അപ്പം മറ്റേതും കൂടി ഒഴിച്ച് വാങ്ങിച്ചു കത്തിക്കുന്നേ. കുറച്ച് കഴിയുമ്പോൾ തുറക്കണം. ആ സമയം കൊണ്ട് ഞാൻ വെളുത്തുള്ളി, വറവിനുള്ള വെളുത്തുള്ളി ചതച്ച് വെക്കുക. വലിയ വെളുത്തുള്ളി 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് വറവിടാനുള്ളതാണ്. ചതച്ചെടുത്തത്. ഇത് വറവിനുള്ള സാധനം. കരിവേപ്പിലി, 2 ഉണക്കമുളകും കൂടി വേണം. എടുത്തിട്ട് വരട്ടെ. ഇപ്പൊ ചീര താഴേക്ക് പോയിട്ടണ്ട, ഒന്ന് ചൂട് തട്ടുമ്പോൾ താഴ്ന്നു വരും. ഇനി ബാക്കിയുള്ളതും കൂടി ഇടാം. ഇനി അടുപ്പത്തേക്ക് വെച്ചു. ഇനി ആവട്ടെ. ഇപ്പൊ 1 വിസിൽ വന്നു. ഇനി 1 വിസിലും കൂടി വന്നോട്ടെ. 1 വിസിലും കൂടി വന്നോട്ടെ. ഉടക്കാനുള്ളത്. അപ്പം വെന്ത് പോയാലും പ്രശ്നമില്ല, അധികമായാലും പേടിക്കണ്ട. നമുക്ക് ഓഫാക്കാം. നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ വെക്കാം. 2-3 വിസിൽ കഴിഞ്ഞു, തണുത്തു. തുറക്കാൻ പോകും. കണ്ട എത്ര ഉണ്ടായിരുന്നു ചീര? ഇപ്പൊ കണ്ട കുറഞ്ഞിട്ട്. ഇനി അതിനെ ഉടക്കണം. കത്തിച്ചു ഞാൻ നല്ലോണം ഉടക്കണം സ്പൂൺ കൊണ്ട്. ചീരയും അതിൻ്റെ തണ്ടിൻ്റെ കഷ്ണമെല്ലാം ഉണ്ടെങ്കിൽ നല്ലോണം ഉടഞ്ഞ് വരണം. ചീര എല്ലാവരും കഴിക്കണം എന്നല്ലേ ഇപ്പോൾ പറയുന്നത്. അപ്പം പല തരാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം ഇങ്ങനെ വെക്കുക, ഒരു ദിവസം തോരൻ വെക്കുക. അങ്ങനെ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാവും. വെറൈറ്റി അല്ലേ വേണ്ടത്. കടയിലുള്ള സാധനങ്ങളൊന്നും അധികം വാങ്ങി കഴിക്കാണ്ട് ഇങ്ങനത്തെ എല്ലാം കഴിച്ചാൽ മതി. ഇടിത്തീറ്റുകൾ വേണ്ട. കണ്ട ഉടച്ചിട്ട് ചുവന്ന ചീരയുടെ നല്ല കളർ കണ്ട. മാത്രം മതി ചോറുണ്ടായി. ഉപ്പ് നോക്കട്ടെ, കുറച്ചും കൂടി വേണം.
ഇതിലേക്ക് വെളുത്തുള്ളി ഉണക്കമുളകും വറവിടാം. ഉടഞ്ഞു കേട്ടോ. ഇതാ ഇങ്ങനെ ഉണ്ടാവും. ഇനി ഇതും കിടക്കും. ഒരു ടീസ്പൂൺ 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ ഈ വെളുത്തുള്ളി വാടാനുള്ളത്. മുളകും വെളുത്തുള്ളി ആവുമ്പോൾ നല്ലൊരു മണം വരും. ചെറിയ തീയിൽ വെക്കണം. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അധികവും തീ കുറച്ചിട്ട് ചെയ്താൽ പേടിക്കണ്ട, ഒന്നും ആവില്ല. വെളുത്തുള്ളിൻ്റെ മണം വന്നു, നല്ല മണം. ഇനി അതിപ്പോൾ നേരെ അതിലേക്ക് കൊട്ടും. കണ്ടല്ലോ, ഇങ്ങനെയാകുമ്പോൾ ഇതിലേക്ക് ഇടാം.